പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാണാവുന്നതാണ്. അതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് യോജിച്ച കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള എയ്ഡഡ് കോളേജുകൾ ഉണ്ടെങ്കിൽ എയ്ഡഡ് കോളേജുകൾ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടായിരിക്കുള്ളൂ. ഒരു മുസ്ലിം കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട, NSS പോലുള്ള കോളേജിൽ നായർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും കോട്ട, SN പോലുള്ള കോളേജുകൾ ഈഴവ വിദ്യാർത്ഥികൾക്കായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിൽ അതാത് കമ്മ്യൂണിറ്റിക്കായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയണം. എയ്ഡഡ് കോളേജിൽ മാത്രമാണ്. മുന്നോക്ക സമുദായം നടത്തുന്ന കോളേജുകളിൽ 10% സീറ്റും പിന്നോക്ക സമുദായം നടത്തുന്ന കോളേജുകളിൽ 20% സീറ്റും എന്ന് പറഞ്ഞാൽ 30 സീറ്റ് ഉള്ള ഒരു ക്ലാസ്സിൽ 10% എന്ന് പറയുന്നത് 3 സീറ്റ്, 20% എന്ന് പറയുന്നത് 6 സീറ്റ്. ഇനി 20 സീറ്റുള്ളൊരു കോഴ്സാണെങ്കിൽ അതിൽ 10% 2 സീറ്റും 20% 4 സീറ്റുമാണ്. ഓക്കെ, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ റാങ്ക് നിങ്ങൾ അപേക്ഷയിൽ പെട്ട എല്ലാ കോളേജിൻ്റെയും റാങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കും, ഇന്ന് മുതൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനർത്ഥം ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ആദ്യം പറഞ്ഞിരുന്നത് 2-ാം തീയതിയാണ്. ഇപ്പോൾ അഡ്മിഷൻ 1-ാം തീയതിൻ്റെ ഉള്ളിൽ എടുക്കണം എന്ന് പറഞ്ഞത് 5-ാം തീയതി എത്തി. അതുകൊണ്ട് തന്നെ കോളേജുകൾക്ക് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ചിലപ്പോൾ 5-ന് ശേഷമായിരിക്കും, ചിലപ്പോൾ അതിന് മുന്നേയും വരാം. അങ്ങനെ കോളേജിൽ നിന്നും അതിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കും. ഓക്കെ, ആദ്യത്തെ റാങ്കിലുള്ള വിദ്യാർത്ഥികളെ ആദ്യം വിളിക്കും. ഒരു കോഴ്സിന് 4 സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ട ഉള്ളെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 4 ആളെ വിളിക്കും. അവരിൽ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇല്ല എന്ന് പറയാം. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളെ വിളിക്കും. ഓക്കെ, അങ്ങനെ പിന്നെ അടുത്ത ആളെ വിളിക്കും. ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരുന്ന് അതൊരു ചിലപ്പോൾ എത്ര റാങ്ക് വരെ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പൊതുവെ ഒരു 50 വരെ മാക്സിമം ഒക്കെ പോകാറുള്ളൂ. ചില കോളേജ് ചിലപ്പോൾ 50-നും മുകളിലേക്ക് പോകും. ഷുവർ ഒന്നും പറയാൻ സാധിക്കില്ല. ആദ്യത്തെ 10-ൻ്റെ ഉള്ളിലൊക്കെ വന്നാൽ നമുക്കൊരു ഷുവർ എന്ന് ചിലപ്പോൾ പറയാം. അതിനുള്ളൊരു പ്രധാന കാരണം ഈ റാങ്ക് ലിസ്റ്റിലുള്ള പലരും അവിടുത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അതേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരേ കുട്ടികൾ തന്നെ വ്യത്യസ്ത കോളേജിലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചിലപ്പോൾ 1, 2, 3 കോളേജിൽ നിന്നൊക്കെ കോളുകൾ വരും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ആദ്യം ചേർന്നു, എന്നിട്ട് നമുക്ക് അടുത്തൊരു കോളേജിൽ നിന്ന് വരുമ്പോൾ ആ കോളേജിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഈ കോളേജിൽ അടുത്ത ഫീ റെസിപ്റ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, ഫീസ് ലഭിക്കും, തിരിച്ച് ലഭിക്കും. അതുകൊണ്ട് അടുത്ത കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇതേ രീതിയിലാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടപടികൾ ഉണ്ടാവുക. ഇത് തന്നെയാണ് UGക്ക് ഉണ്ടായിരുന്നത്. ഇതേ രീതി തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. എപ്പോഴും കോൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ വരുന്ന കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കോള് തിരിച്ച് വിളിക്കാനുള്ള ശ്രമം കൂടി നിങ്ങൾ നടത്തേണ്ടതാണ്. അതേപോലെ ഫോണിൽ ബാലൻസ് ഇതുണ്ടെങ്കിൽ അതിൻ്റെ സർവീസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോൾ വരില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണെന്നും കൂടി അറിയിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്.